ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സ് ഫസ്റ്റ് മൊഡ്യൂളിലെ റിലേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമ്മളിതിനു മുമ്പ് ഒരു 2-3 HSAയുടെ സിലബസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊരു നമ്മൾ പ്ലേലിസ്റ്റ് HSA നമ്മളൊരു പ്ലേലിസ്റ്റ്, അതേപോലെ HSA കേടെറ്റ് +1 HSA ഒക്കെ നമുക്ക് ആവശ്യം ഹൈസ്കൂള്, പിന്നെ +1 +2, പിന്നെ ഡിഗ്രിയിൽ 1-2 ടോപ്പിക്കുകൾ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ സിലബസ് വരുന്നത്. അപ്പോൾ +1 +2ൻ്റെ എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസുകളുടെയും വീഡിയോസ് നമ്മൾ +1ൻ്റെ ഒരു പ്ലേലിസ്റ്റ്, അതേപോലെ തന്നെ +2ൻ്റെ ഒരു പ്ലേലിസ്റ്റ്, HSAയുടെ ഒരു പ്ലേലിസ്റ്റ്, അതേപോലെ കേടെറ്റിന് അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ കേടെറ്റിൻ്റെ പ്ലേലിസ്റ്റുകൾ, ഇതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 നമ്മുടെ സിലബസ് പ്രകാരം മൊഡ്യൂൾ 1 റിലേഷൻസ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് പോർഷൻ വരുന്ന സെറ്റ്സ് ആണ്. സെറ്റ്സിൻ്റെ ഒരു 3-4 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 റിലേഷൻസ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്ന ഒരു ഡെഫിനിഷൻ, റിലേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ്. A relation R from a non-empty set A to a non-empty set B is a subset of the Cartesian product A cross B. ഒരു റിലേഷൻ ഒരു നോൺ എംപ്റ്റി സെറ്റായ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന സെറ്റിലേക്കുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. എന്താണ് ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയിലെയും ബിയിലെയും പ്രൊഡക്റ്റുകളെ പെയർ ചെയ്യുന്നതിനാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് നമ്മളിതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിലുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ആ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റാണ് ഈ റിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് HSAക്ക് മലയാളം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഓരോ ടേമിൻ്റെയും മലയാളം നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. AB എന്നീ ശൂന്യ ഗണങ്ങളല്ലാത്ത ഗണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ്, ഗണങ്ങളല്ലാത്ത 2 ഗണങ്ങളും R എന്നത് ശൂന്യ ഗണങ്ങളല്ലാത്തതെന്നുണ്ടോ, ഗണങ്ങളല്ലാത്തതല്ല, ശൂന്യ ഗണങ്ങളല്ലാത്ത, അഥവാ അതിലേതെങ്കിലുമൊക്കെ ഒരു എലമെന്റ് വേണം. ദെൻ R എന്നത് A ക്രോസ് ബിയുടെ ഒരു ഉപഗണവുമായാൽ Rനെ എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ബന്ധം, റിലേഷന് മലയാളത്തിൽ പറയുന്ന പേരാണ് ബന്ധം എന്ന് വിളിക്കുന്നു. ഓക്കെ, the second element in every ordered pair of relation from A to B is called image of the first element. അതായത് ഇപ്പോൾ ഈ റിലേഷൻ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. റിലേഷൻ നമ്മൾ എഴുതുന്നത് ഇങ്ങനെ ഓർഡേർഡ് പെയർ ആയിട്ടാണ് നമ്മൾ റിലേഷൻ എഴുതുക. ഓക്കെ, റിലേഷൻ നമ്മളിങ്ങനെ ഓർഡേർഡ് പെയർ ആയിട്ടാണ് എഴുതുക. അപ്പം ഇങ്ങനെ ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുമ്പോൾ ദ സെക്കൻഡ് എലമെന്റ്, അതിലെ രണ്ടാമത്തെ എലമെന്റിനെ നമ്മൾ ഇമേജ് എന്നാണ് പറയുക. ആരുടെ? ഫസ്റ്റത്തെ എലമെന്റിന്റെ. ഓക്കെ, എ എന്ന ഗണത്തിൽ നിന്നും ബി എന്ന ഗണത്തിലേക്കുള്ള ഒരു ബന്ധത്തിലെ അംഗമായ ഓരോ ക്രമജോഡികളെ, ഓർഡേർഡ് പെയർ എന്ന് പറയുന്ന പേരാണ്, ക്രമജോഡിയിലെയും രണ്ടാമത്തെ അംഗത്തിനെ ആദ്യത്തെ അംഗത്തിന്റെ പ്രതിബിംബം, ഇമേജിന് പറയുന്ന പേരാണ് പ്രതിബിംബം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് റിലേഷൻ, എന്താണ് ഇമേജ്? ഓക്കെ ആണല്ലോ. ദെൻ അടുത്തൊരു ഡെഫിനിഷൻ വരുന്നത്, the set of all first element of the ordered pair in a relation R from set A to set B is called domain of the relation. ഈ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസുകൾ നമ്മളുടെ +1 +2 അതിൻ്റെ വീഡിയോസുകൾ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. +1 മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് പ്ലേലിസ്റ്റിലുണ്ട്. അതായത് +1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ +2ൻ്റെ പ്ലേലിസ്റ്റിലും ഉണ്ട് റിലേഷൻ. +2 ഫസ്റ്റ് ചാപ്റ്റർ തന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അതിൻ്റെ വീഡിയോസ് നമ്മളുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡൊമെയിൻ? ഡൊമെയിൻ്റെ മലയാളം വേണ്ടേ നമുക്ക്? ഡൊമെയിൻ്റെ മലയാളമാണ് മണ്ഡലം എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത് മലയാളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ എലമെന്റിന്, ഓർഡേർഡ് പെയറിലെ ഫസ്റ്റത്തെ എലമെന്റിനെ നമ്മൾ ഡൊമെയിൻ എന്ന് പറയും. രണ്ടാമത്തെ എലമെന്റിനെ നമ്മൾ റേഞ്ച് അഥവാ രംഗം എന്ന് പറയും. ഈ രണ്ടാമത്തെ സെറ്റിനെ കംപ്ലീറ്റ് ആയിട്ട്, ഇപ്പോൾ രണ്ടാമത്തെ സെറ്റിലെ ചില എലമെന്റുകളൊന്നും ചിലപ്പോൾ ഇമേജ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ ആ രണ്ടാമത്തെ സെറ്റിനെ മുഴുവനായിട്ട്, ദ ഹോൾ സെറ്റ് ബി ഈസ് കോൾഡ് കോഡൊമെയിൻ ഓഫ് ദ റിലേഷൻ. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു നോട്ട് വന്നിട്ടുണ്ട്. എങ്ങാനും 1 വേർഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡൊമെയിൻ എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. ഡൊമെയിൻ അറിയണ ഫസ്റ്റത്തെയാണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ സെറ്റ് അല്ലേ എ എന്ന് പറയുന്നത്, അപ്പോൾ എയുടെ സബ്സെറ്റ് ആണ് ഡൊമെയിൻ. റേഞ്ച് എന്ന് പറയുന്നത് ബിയുടെ എന്താണ്, ബിയുടെ സബ്സെറ്റ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്.
കോഡൊമെയിൻ. ബി എന്ന് പറയുന്നത് കോഡൊമെയിനാണ്. രണ്ടാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് കോഡൊമെയിൻ. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ എന്ന് പറയാം. റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ എന്ന് പറയാം. അതായത് രണ്ടാമത്തെ സെറ്റിന് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ കോഡൊമെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സബ്സെറ്റാണ് റേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ. എ എന്ന് പറയുന്ന സബ്സെറ്റ് എന്നാണ് നമ്മൾ ഫസ്റ്റത്തെ എലമെന്റ് എടുക്കുന്നത്. അപ്പോൾ ഡൊമെയിൻ ഫസ്റ്റത്തെ എലമെന്റ് ആണല്ലോ. അപ്പോൾ ഡൊമെയിൻ എന്താണ്? എയുടെ സബ്സെറ്റ് ആണ്. ബി എന്ന സെറ്റിൽ നിന്നാണ് രണ്ടാമത്തെ എലമെന്റ് വരുന്നത്, റേഞ്ച് അഥവാ ഇമേജ്. ആ രണ്ടാമത്തെ സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് കോഡൊമെയിൻ. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമെയിൻ്റെ സബ്സെറ്റുമാണ്. ഓക്കെ. എ എന്ന ഗണത്തിൽ നിന്നും ബി എന്ന ഗണത്തിലേക്കുള്ള ഒരു ബന്ധമാണ് ആർ എങ്കിൽ ആറിലെ ക്രമജോഡികളിലെ ഒന്നാമത്തെ അംഗങ്ങളുടെ ഗണത്തെ ആറിന്റെ മണ്ഡലം ഡൊമെയിൻ എന്നും രണ്ടാമത്തെ അംഗങ്ങളുടെ ഗണത്തെ ആറിന്റെ രംഗം റേഞ്ച് എന്നും വിളിക്കുന്നു. ബി എന്ന ഗണത്തിന് ബന്ധത്തിന്റെ സഹമണ്ഡലം കോഡൊമെയിൻ എന്ന് പറയുന്നു. ബന്ധത്തിന്റെ മണ്ഡലം എയുടെ ഉപഗണവും രംഗം ബിയുടെ സഹമണ്ഡലത്തിന്റെ ഉപഗണവുമായിരിക്കും. ഓക്കെ. മണ്ഡലം എയുടെ ഉപഗണമായിരിക്കും, രംഗം സഹമണ്ഡലത്തിന്റെ ഉപഗണമായിരിക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ 1 2 3 4 5 6 ഡിഫൈൻ റിലേഷൻ ആർ ഫ്രം എ ടു എ ബൈ ആർ ഈക്വൽ ടു എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഡെപിക്ട് ദിസ് റിലേഷൻ യൂസിങ് ആൻ ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രാം വെച്ചിട്ട് ഇത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആരോ ഡയഗ്രത്തിന് മലയാളത്തിലും ആരോ ഡയഗ്രാം തന്നെയാണ് പറയുന്നത്. ഇതിന്റെ ഡൊമെയിനും സഹമണ്ഡലവും റേഞ്ചും ഒക്കെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ആദ്യം നമുക്കിതിനെ എന്താ പറയുക, ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ബൈ ദ ഡെഫിനേഷൻ ദ റിലേഷൻ ആർ ഈക്വൽ ടു 1 2 and 3. ഞാൻ ഇതെങ്ങനെയാണ് ഈ റിലേഷൻ എഴുതിയെന്ന് പറഞ്ഞു കേട്ടോ. റിലേഷൻ വൈ എന്ന് പറയുന്നത് എക്സിന്റെ കൂടെ ഒന്ന് കൂട്ടുന്നതാണ്. വൈ എന്ന് പറയുന്നത് എക്സിന്റെ കൂടെ ഒന്ന് കൂട്ടുന്നതാണ്. എ ടു എയിലേക്കാണ് റിലേഷൻ. അപ്പൊ രണ്ട് എലമെന്റുകൾ എവിടെ വേണം? എയിൽ തന്നെ വേണം. അപ്പൊ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1ക്ക് 1 കൂട്ടിയാൽ 2. ദെൻ പിന്നെ അടുത്ത് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2ലേക്ക് 1 കൂട്ടിയാൽ 3 ആണ് എടുക്കുന്നതെങ്കിൽ 3ലേക്ക് 1 കൂട്ടിയാൽ 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4ലേക്ക് 1 കൂട്ടിയാൽ 5ലേക്ക് 1 കൂട്ടിയാൽ 6 എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 6ക്ക് 1 കൂട്ടിയാൽ 7 ആണ്. അത് എയിലില്ല. അതുകൊണ്ട് ഇതാണ് നമ്മളൊരു റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ഒരു റിലേഷൻ ആണ്. ആ റിലേഷന് ആരോ ഡയഗ്രാം വെച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ചിത്രം. ദാ കണ്ടോ, 1 2ക്ക് 2 3ക്ക് ഇങ്ങനെ ആരോ ഡയഗ്രാം കൊടുത്തു. ഇനി ഇതിന്റെ മണ്ഡലവും രംഗമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് മണ്ഡലം നോക്കാം, അഥവാ ഡൊമെയിന്. ഫസ്റ്റത്തെ എലമെന്റിനെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ എലമെന്റുകൾ ഏതൊക്കെയാ? ഈ ഇവിടെ നോക്കിയാലും കിട്ടും. 1 2 3 4 5. ഇനി 5 ഇപ്പുറത്ത് താഴെയാണ് കേട്ടോ. രംഗം എന്ന് പറയുന്നത് രണ്ടാമത്തത് 2 3 4 5 6 കണ്ടോ. പിന്നെ സഹമണ്ഡലം കോഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കോഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്കൊന്ന് നോക്കട്ടോ. നമ്മൾ പറഞ്ഞു മണ്ഡലം അല്ലെങ്കിൽ ഡൊമെയിൻ എന്ന് പറയുന്നത് എയുടെ അഥവാ ഫസ്റ്റത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആണ് അല്ലേ? നോക്കി, ഈ 1 2 3 4 5 ഫസ്റ്റത്തെ എയിലില്ലേ? ഉണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞു രംഗം എന്ന് പറയുന്നത് അഥവാ റേഞ്ച് എന്ന് പറയുന്നത് സഹമണ്ഡലം എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആണ്. സഹമണ്ഡലത്തിന്റെ അല്ലെങ്കിൽ ബിയുടെ രണ്ടാമത്തെ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ? നോക്കി, 2 3 4 5 6 അല്ലെ? ഇവിടെ രണ്ടും ഒരേ സെറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളും ഓക്കെ ആണല്ലോ. അപ്പൊ റേഞ്ച്, ഡൊമെയിന്, റേഞ്ച്, സഹമണ്ഡലം, ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ. ഡൊമെയിന്, മണ്ഡലം, റേഞ്ച്, രംഗം, കോഡൊമെയിന്, സഹമണ്ഡലം. ഓക്കെ. ദെൻ ഓക്കെ, അടുത്ത് the figure shows a relation between set P and Q. ഫസ്റ്റത്തത് P, രണ്ടാമത്തത് Q. Write the relation in set builder form. സെറ്റ് ബിൽഡർ ഫോം ഒക്കെ നമ്മൾ എന്താ പറയുക, സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചാണ്. സെറ്റ് ബിൽഡർ ഫോമിന് പറയുന്ന പേരാണ് നിബന്ധനാ രീതി. മലയാളത്തിൽ എന്താ പറയുക? നിബന്ധനാ രീതി. രണ്ടാമത്തത് റോസ്റ്റർ ഫോം, പട്ടികാ രീതി. വാട്ട് ഈസ് ഇറ്റ്സ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്? അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ പറയണം, അതേപോലെ തന്നെ നിബന്ധനാ രീതിയിലും പറയണം. എക്സ് ഇസ് സ്ക്വയർ ഓഫ് വൈ, ഇതാണ് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം വരുന്നത്. നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് വൈന്റെ സ്ക്വയർ അല്ലേ? നോക്കിയേ ഈ ആരോ മാർക്ക്. 3 എന്ന് പറയുന്ന നമ്പർ 9
എക്സ് 9ഉം വൈ 3 ആണ്. 3ന്റെ സ്ക്വയർ ആണ് 9. മൈനസ് 3ന്റെ സ്ക്വയർ ആണ് 9. 2ന്റെ സ്ക്വയർ ആണ് 4. മൈനസ് 2ന്റെ സ്ക്വയർ ആണ് 4. മൈനസ് 5ന്റെ സ്ക്വയർ ആണ് 25. 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പൊ നമ്മളുടെ കണ്ടീഷൻ ഓക്കെ അല്ലേ? അല്ലെ? കണ്ടീഷൻ ഓക്കെ അല്ലേ? എക്സ് എന്ന് പറയുന്നത് വൈയുടെ സ്ക്വയർ ആണ്. Then in set builder form നിബന്ധന രീതിയിൽ നമ്മൾ പറയും r equal to xy such that x is a square of y. x belongs to p and y belongs to q. അപ്പോൾ റോസ്റ്റർ ഫോമായി നിബന്ധന രീതിയായി. രണ്ടാമത്തത് പട്ടിക രീതി. ഇൻ റോസ്റ്റർ ഫോം പട്ടിക രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? 9 3 9 minus 3 4 2 4 minus 2 25 5 25 minus 5. ക്ലിയർ? ദെൻ ഇതിന്റെ മണ്ഡലവും രംഗവും. മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ലെറ്ററുകളാണ്. ഫസ്റ്റത്തെ ലെറ്ററുകൾ ഏതൊക്കെയാ? 9 ഒരു വട്ടം എഴുതിയാൽ മതി. സെറ്റ് ചെയ്തുമ്പോൾ നമ്മൾ ഒരു വട്ടം എഴുതുള്ളൂ. 9 4 25. ഓക്കെ, ആദ്യം ചെറുത് എഴുതിയെന്നുള്ളൂ. 4 9 25. ദെൻ രംഗ എഴുതുമ്പോഴോ രംഗ എഴുതുമ്പോൾ രണ്ടാമത്തത് 3 minus 3 ഉണ്ട്, 2 minus 2 ഉണ്ട്, 5 minus 5 ഇതാ. അപ്പൊ ഈ രംഗം, മണ്ഡലം, സഹമണ്ഡലം. സഹമണ്ഡലം എഴുതുമ്പോഴും ഇത് രണ്ടാമത്തെ സെറ്റ് കംപ്ലീറ്റ്. സഹമണ്ഡലം എഴുതുമ്പോൾ ഈ 1 കൂടി അതിൽ പെടും കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി എലമെന്റ് 1 ഈസ് നോട്ട് റിലേറ്റഡ് ടു എനി എലമെന്റ് ഇൻ സെറ്റ് പി. ഇവിടെ 1 ആരുമായിട്ട് റിലേറ്റ് ആണല്ലോ കേട്ടോ. ദ സെറ്റ് ക്യൂ ഈസ് ദ കോഡൊമൈൻ, സഹമണ്ഡലം ഓഫ് ദ റിലേഷൻ. അഥവാ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് സഹമണ്ഡലം. ഇനി അടുത്തൊന്ന്, the total number of the relations that can be defined from set A to set B is the number of possible subset of A cross B. If n of A equal to P, n of B equal to Q, then n of A cross B equal to PQ. ഇത് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പഠിക്കുന്ന സമയത്ത് പഠിച്ചാണ്. n of A cross B എന്ന് പറയുന്നത് PQ ആണ്. ഇതിന്റെ സബ്സെറ്റ് 2 raised to PQ. n of A എന്ന് പറയുന്നത് P യും n of B എന്ന് പറയുന്നത് Q ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് 2 raised to PQ ആണ്. ഓക്കെ, നമ്മളുടെ സബ്സെറ്റുകളുടെ എണ്ണം നമ്മൾ പഠിച്ചാണ് 2 raised to n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ് ഇൻ എ സെറ്റ് എന്നാണ്. ഇവിടെ n into A cross B, A cross Bയുടെ സബ്സെറ്റ് ആണ് നമ്മളുടെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ A cross Bയിൽ PQ എലമെന്റ് ഉണ്ട്. എത്ര എലമെന്റ് ഉണ്ട്? PQ എലമെന്റ് ഉണ്ട്. അപ്പൊ 2 raised to PQ. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ 5 എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ 2 raised to 5. എ ക്രോസ് ബിയിൽ കേട്ടോ. എ ക്രോസ് ബിയിൽ 10 എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ 2 raised to 10. അതാണ് നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത്. കാരണം നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എയിൽ 1 2, ബിയിൽ 3 4. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻ. നമ്പർ ഓഫ് റിലേഷൻസിന്റെ നമ്പർ കാണണം. എവിടുന്ന്? എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻസിന്റെ നമ്പർ കാണണം. നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം n of A, എയിൽ 2 എലമെന്റ്. The number of relations from A to B will be 2 raised to 2 into 2. എങ്ങനെ 2 raised to 2 into 2 എന്നത്? n of Aയിൽ 2 എലമെന്റ്, n of Bയിൽ 2 എലമെന്റ്. n of Aയിലുള്ള എലമെന്റും n of Bയിലുള്ള എലമെന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അത് 2ന്റെ പവർ ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് റിലേഷൻസ് കിട്ടുന്നത്. അപ്പൊ 2 raised to 2 into 2. 2 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. ദാറ്റ് മീൻസ് 2 raised to 4 16. സോ ഈ റിലേഷനിൽ എത്ര എലമെന്റ് ഉണ്ട്? 16 എലമെന്റുകൾ ഉണ്ട്. എത്ര എലമെന്റ് ഉണ്ട്? 16 എലമെന്റുകൾ ഉണ്ട്. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് പറയും. എന്താണ്? ടൈപ്സ് ഓഫ് റിലേഷൻസ്. റിലേഷൻസിന്റെ ടൈപ്പുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് എംപ്റ്റി റിലേഷൻ, ശൂന്യബന്ധം എന്ന് പറയും. എന്താ പറയാ? എംപ്റ്റി റിലേഷൻസ് അഥവാ ശൂന്യബന്ധം. എംപ്റ്റി എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ ഡെഫിനിഷൻ. ശൂന്യം, ഒന്നുമില്ലാത്തത്. എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് എംപ്റ്റി റിലേഷൻ അഥവാ ശൂന്യബന്ധം ഇഫ് നോ എലമെന്റ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് എ, ദാറ്റ് ഈസ് റിലേഷൻ ഈസ് 5 ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. അപ്പോൾ ഒരു എലമെന്റും ഇല്ലെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എയിൽ 1 2 3. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ, എന്ന് പറയുന്ന സെറ്റിൽ തന്നെയുള്ള റിലേഷൻ ആണ് എ ബി സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ പ്ലസ് 3. ബി ചെയ്യുമ്പോൾ എ പ്ലസ് 3 കിട്ടണം. എന്ന് എയിലേക്കുള്ള റിലേഷൻ ഉണ്ടോ? അപ്പോൾ എനെ ഞാൻ 1 എടുത്തു,
1ലേക്ക് 3 കൂട്ടിയാൽ എത്രയാണ് 4. അപ്പൊ B4 കിട്ടണം. പക്ഷെ ഈ 4 എവിടെ അല്ല, എയിലില്ല. എയും ബിയും എയിൽ ഉണ്ടാവണം എന്നല്ലേ പറഞ്ഞേ, ബിയിലുണ്ടാവും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻ ഇല്ല. ഇനി 2 എടുത്ത 2ലേക്ക് 3 കൂട്ടിയ 5 ആണ്. 3 എടുത്ത 3ലേക്ക് 3 കൂട്ടിയ 6 ആണ്. ഈ പറഞ്ഞ ഒരു നമ്പറുകളും എവിടെ അല്ല, എയിലില്ല. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻ അവിടെ ഉണ്ടോ, ഇല്ല. അപ്പൊ റിലേഷൻ എം ടി അല്ലേ. ഇങ്ങനെ വരുന്ന റിലേഷൻസിനെയാണ് നമ്മൾ എം ടി റിലേഷൻ അഥവാ ശൂന്യബന്ധം എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ഡെഫിനിഷൻ വരുന്നത് എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് യൂണിവേഴ്സൽ റിലേഷൻ അഥവാ സമസ്ത ബന്ധം ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവറി എലമെന്റ് ഓഫ് എ അഥവാ എ ക്രോസ് എ. ആ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് എക്ക് തുല്യമാണെങ്കിൽ അത്തരം റിലേഷനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ അഥവാ സമസ്ത ബന്ധം എന്ന് പറയുന്നത്. ശൂന്യബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരും ഉണ്ടാകാൻ പാടില്ല. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എ ക്രോസ് എക്ക് ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത് അഥവാ സമസ്ത ബന്ധം. ഒരു എക്സാമ്പിൾ നോക്കി 1 2 3. ഞാനിവിടെ റിലേഷൻ കൊടുക്കുകയാണ്. എ ബി ബിലോങ്സ് ടു എ പ്ലസ് ബി ലെസ് ദാൻ 10 ആയിരിക്കണം. എ പ്ലസ് ബി എന്തായിരിക്കണം, ലെസ് ദാൻ 10 ആയിരിക്കണം. അപ്പൊ ഞാൻ ആ റിലേഷൻ ഇവിടെ എഴുതി. 1 1 1 1 പറ്റൂലേ, 1 ഉം 1 ഉം കൂട്ടി നോക്കി, ലെസ് ദാൻ 10 ആണ്. 1 2 1 3 1ൽ എല്ലാത്തിനെയും ഞാൻ ചെയ്തു, എല്ലാം 10ൽ കുറവല്ലേ. പിന്നെ 2 1 2 2 2 3 അതും പറ്റും. 3 1 3 2 3 3 ഇത് എ ക്രോസ് എക്ക് തുല്യല്ലേ നോക്കിയാൽ 1 2 3 1 2 3 1 1 1 2 1 3 2 1 2 2 2 3 3 1 3 2 3 3 നോക്കിയാൽ ഇത് എ ക്രോസ് എ അല്ലേ. അപ്പോൾ ഒരു റിലേഷൻ എ ക്രോസ് എക്ക് തുല്യമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം റിലേഷനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ അഥവാ സമസ്ത ബന്ധം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ശൂന്യബന്ധവും സമസ്ത ബന്ധവും ബോത്ത് ദ എംപ്റ്റി റിലേഷൻ ശൂന്യബന്ധം ആൻഡ് ദ യൂണിവേഴ്സൽ റിലേഷൻ സമസ്തബന്ധം ആർ സംടൈംസ് കോൾഡ് ട്രിവിയൽ റിലേഷൻസ്. സുവിക്ത ബന്ധങ്ങൾ അഥവാ ഈ ശൂന്യബന്ധത്തിനെയും സമസ്ത ബന്ധത്തിനെയും ട്രിവിയൽ റിലേഷൻസും എന്നും പറയാറുണ്ട്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് സുവിക്ത ബന്ധങ്ങൾ. മൂന്നാമത്തെ ഒരു ഡെഫിനേഷൻ വരികയാണ്. എ റിലേഷൻ ആർ ഇൻ സെറ്റ് എ ഈസ് കോൾഡ് റിഫ്ലക്സീവ്. നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടോ. ഇപ്പോൾ എം ടി സെറ്റായി, യൂണിവേഴ്സൽ സെറ്റായി, ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ സെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബന്ധം എ എന്ന് പറയുന്ന ഗണത്തിലുള്ള ഒരു ബന്ധം റിഫ്ലക്സീവ് ആണ്. എന്താണ് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിലോങ്സ് ടു ആർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റ് 1 1 2 2 3 3 എന്ന അവിടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്സീവ്. അതിൻ്റെ മലയാളം പ്രതിസമം. എന്താണ് റിഫ്ലക്സീവിൻ്റെ മലയാളം? പ്രതിസമം. ഓക്കെ. ഒരു എക്സാമ്പിൾ പറയാണ്, നോക്കിക്കോ. ഒരു എക്സാമ്പിൾ പറയാണ് എ 1 2 3 ആണ്. എ എന്താണ്? 1 2 3 ആണ്. ഈ 1 2 3 നമ്മൾ ഒരു റിലേഷൻ ഇവിടെ കൊടുക്കാൻ പോവാണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എ എന്ന് പറയുന്നത് ബിനേക്കാൾ ചെറുതാവണം. എയിൽ നിന്ന് എയിലേക്കാണ്. അപ്പൊ നോക്കിക്കോ 1 2 3. ഇവിടെ ഞാൻ 1 2 3 എന്നെടുത്തു. അപ്പോൾ 1 1 പോവും. നോക്കിയേ 1 1 കാരണം എ ലെസ് ദാൻ ബി ആണ്. 1 2 പോകും, അതും പോകും കാരണം ബിനേക്കാൾ ചെറുതാണ് എ. 1 3 പോവും. ഇനി 2 1 പോകുമോ? ഇല്ല. കാരണം 2 1 എഴുതുമ്പോൾ എ ലെസ് ദാൻ ഓർ ഈ കണ്ടീഷൻ തെറ്റാണ്. 2വിനേക്കാൾ വലുതാണോ 1 അല്ലെങ്കിൽ 1ലേക്കാൾ ചെറുതാണോ 2? അല്ല. അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആണ്? അല്ല. അതുകൊണ്ടാണ് ഇവിടെ 2 1 എഴുതാത്തത്. 2 2 2 3 പോവും. 3 1 ഉം 3 2 ഉം പോകൂല. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 3 1നേക്കാൾ ചെറുതാണോ അല്ലെങ്കിൽ 1ന് ഈക്വൽ ആണോ? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. 3 2വിനേക്കാൾ ചെറുതാണോ അല്ലെങ്കിൽ 2ന് ഈക്വൽ ആണോ? അല്ല. 3 3 മാത്രമേ ഉള്ളൂ. ഇതിൽ നോക്കിയേ 1 2 3 ആണ് നമ്മുടെ സെറ്റിലുള്ള എലമെന്റ്. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ഇങ്ങനെ വരുന്ന റിലേഷനെയാണ് നമ്മൾ റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. ബന്ധം. ഓക്കെ. പ്രതിസമ ബന്ധം എന്ന് പറയും. ആർ ഇസ് റിഫ്ലക്സീവ്. ആർ ഒരു പ്രതിസമമാണ്. അടുത്തത് വരുന്നത് സിമ്മട്രിക്, സമമിതം. സിമ്മട്രിക്കിന് പറയുന്ന മറ്റൊരു പേര് മലയാളത്തിൽ പറയുന്നത് എന്താണ്? സമമിതം. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? എ ബി ബിലോങ്സ് ടു ആർ, ദെൻ ബി എ ബിലോങ്സ് ടു ആർ. എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സിമ്മട്രിക് എന്ന് പറയും. ഒരു എക്സാമ്പിൾ നമ്മുടെ കൊടുത്തിട്ടുണ്ട്. 1 2 3 4. ഞാനൊരു റിലേഷൻ എഴുതി 1 1 1 3 1 4 2 3 3 4 3 2 3 4 1. 1 1 ഉണ്ട്, അതിനെ തിരിച്ചിടുമ്പോഴും 1 1 തന്നെയാണ്. 1 3 ഉണ്ട്, 3 1 ഉണ്ട്. ഇതാ
1 4 ഉണ്ട്, 4 1 ഉണ്ട്, 2 3 ഉണ്ട്, 3 2 ഉണ്ട്. സോ ദിസ് ഇസ് സിമ്മട്രിക്. ഇതൊരു സമമിതമാണ്. ഓക്കെ. ദെൻ അടുത്തത് ട്രാൻസിറ്റീവ്, സാംക്രമികം. അപ്പൊ റിഫ്ലക്സീവ്, സിമ്മട്രീവ്, ട്രാൻസിറ്റീവ്. പ്രതിസമം, സമമിതം, സാംക്രമികം. ഓക്കെ. അതെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എ ബി ഉണ്ട്, ബി സി ഉണ്ട് എങ്കിൽ എ സി വേണം. എ ബി ഉണ്ട്, ബി സി ഉണ്ട് എങ്കിൽ എ സി വേണം. അതിനെയാണ് നമ്മൾ സാംക്രമികം അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റിൽ ഞാനിവിടെ ഒരു റിലേഷൻ കൊടുത്തു. 1 1 1 2 1 3 എക്സെട്ര. അപ്പോൾ നോക്കി 1 1 1 1 1 1 അതെങ്ങനെ 1 1 ഉണ്ട്, തിരിച്ചിടുമ്പോൾ 1 1. അപ്പോൾ അത് നമുക്ക് നോക്കണ്ട. 1 1 ഉണ്ട്, തിരിച്ചിടണല്ല നമ്മൾ നോക്കണ്ടേ. എ ബി, ബിയിൽ തുടങ്ങുന്ന വേറെ ആരെങ്കിലും ഇതാണ് എ, ഇതാണ് ബി. ബിയിൽ തുടങ്ങുന്ന 1 2 ഉണ്ട്. അപ്പോൾ 1 1 ഉണ്ട്, 1 2 ഉണ്ട് എങ്കിൽ ആര് വേണം? 1 2 വേണം. അത് തന്നെയാണ്. 1 1 ഉണ്ട്, 1 3 ഉണ്ട് എങ്കിൽ ആര് വേണം? 1 3 വേണം. അത് തന്നെയാണ്. ഓക്കെ. ഇനി 1ൽ തുടങ്ങുന്ന വേറെ ആരും ഇല്ലല്ലോ? ഇല്ല. ഓരോന്നും നോക്കിക്കോട്ടോ. ഇനി 1 2, അപ്പൊ 2ൽ തുടങ്ങുന്ന ആളാണ് 2 1. അപ്പൊ ആര് വേണം? 1 1 വേണം. ഉണ്ട്. 1 2 2 2, അപ്പൊ ആര് വേണം? 1 2 വേണം. അതുണ്ട്. 1 2 2 3, അപ്പൊ ആര് വേണം? 1 3 വേണം. 1ഉം 3ഉം, ലാസ്റ്റത്തെ ആള് 1ഉം 3ഉം. അപ്പൊ അതും ഓക്കെയാണ്. 1 3 3 1, അപ്പൊ 1 1 വേണം. ഉണ്ട്. 1 3 3 2, അപ്പൊ 1 2 വേണം. ഉണ്ട്. 1 3 3 3, അപ്പൊ 1 3 വേണം. ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ആർ ഈസ് റിഫ്ലക്സീവ്. ഇതൊരു ഇതെല്ലാം കൂടിയും വരുന്നതാണ് കേട്ടോ. ആർ ഈസ് സിമ്മട്രിക്, ആർ ഈസ് ട്രാൻസിറ്റീവ്. 3ഉം കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 3ഉം ഇല്ലേ നമുക്ക് നോക്കാം. റിഫ്ലക്സീവ് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അപ്പോൾ റിഫ്ലക്സീവ് ആണ്. ഇനി സിമ്മട്രിക്, ട്രാൻസിറ്റീവ് നമ്മൾ നോക്കി. സിമ്മട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 1 3 ഉണ്ട്, 3 1 ഉണ്ട്, 2 1 ഉണ്ട്, 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 3 2 ഉണ്ട്, 3 1 ഉണ്ട്, 1 3 ഉണ്ട്. അപ്പോൾ റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ നമ്പറുകൾ വേണം. സിമ്മട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം. എ ബി ഉണ്ടെങ്കിൽ ബി എ വേണം. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാലോ എ ബി ഉണ്ട്, ബി സി ഉണ്ട്, അപ്പൊ ആര് വേണം? എ സി വേണം. പ്രതിസമം, സമമിതം, സാംക്രമികം. വേറെ ഡെഫിനേഷൻ ആണ് വരുന്നത്. ഇനി എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഇസ് സെഡ് ടു ബി ഈക്വലൻസ് റിലേഷൻ. സമാന ബന്ധം. ഏതാണ്? ഈക്വലൻസ് റിലേഷൻസ്, സമാന ബന്ധം. ഈക്വലൻസ് റിലേഷൻ. എപ്പോഴാണ് ഈക്വലൻസ് ആവുക? ഒരു റിലേഷന് റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ അതിനെ നമ്മൾ ഈക്വലൻസ് റിലേഷൻ എന്ന് പറയും. അഥവാ പ്രതിസമം, സമമിതം, സാംക്രമികം ഇത് 3ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം റിലേഷന് നമ്മൾ പറയുന്ന പേരാണ് ഇക്വിവാലൻസ് റിലേഷൻസ്, സമാന ബന്ധം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുകയാണ്. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ എക്സാമ്പിൾ ഏറ്റവും ബെറ്റർ ആയിരുന്നു കേട്ടോ. വേറൊരു എക്സാമ്പിൾ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് Z ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ഡിഫൈൻഡ് ബൈ R is x minus y is an integer. നമ്മൾ തൊട്ട് മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ? ആ എക്സാമ്പിളും ഈക്വലൻസ് റിലേഷൻ ആണ്. കാരണം അത് റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ വേറൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് x minus y is an integer. അപ്പോൾ റിഫ്ലക്സീവ് പ്രതിസമമാണോ? x minus y രണ്ടും ഒരേ ലെറ്റർ ആവണം എന്നുള്ളതാണ്. അപ്പോൾ x minus x 0 0 ഇൻറ്റീജർ അല്ലേ? 0 ഇൻറ്റീജർ അല്ലേ? അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണ്. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഏതൊരു ഇൻറ്റീജർ എടുത്തു കഴിഞ്ഞാലും എക്സ് എക്സ് അതിലുണ്ടാവും. കാരണം 1 ഒരു ഇൻറ്റീജർ ആണ്. 1 - 1 എന്താ? 0 ആണ്. 0 ഇൻറ്റീജർ ആണ്. ഇനി -1 എടുക്കുന്നെങ്കിൽ -1 എന്താ? 0 ആണ്. ഒരു നമ്പർ ആ നമ്പർ തന്നെ മൈനസ് ചെയ്ത 0 അല്ലേ കിട്ടുക? 0 ഇസ് ആൻ ഇൻറ്റീജർ. അപ്പൊ ഇത് റിഫ്ലക്സീവ് ആണ്. ഇനി നോക്കിക്കോളാം, റിഫ്ലക്സീവ് ആണെന്ന് കിട്ടി. അടുത്തത് സിമ്മട്രിക്, സമമിതം. ഇപ്പോൾ എ ബി അതിലുണ്ടെന്ന് കരുതുക, അഥവാ എക്സ് വൈ അതിലുണ്ടെങ്കിൽ x - y ഒരു ഇൻറ്റീജർ ആണ്. അപ്പൊ ഇനി y - x ഇൻറ്റീജർ ആണെങ്കിൽ അത് ഇതിലുണ്ടാവണല്ലോ. y - x അവസ്ഥ എന്താ? അപ്പൊ നോക്കിയാ, ഇതിൽ നിന്ന് ഒരു മൈനസിനെ ഞാൻ പുറത്തെടുത്തു. എക്സ് എന്ന് ഒരു മൈനസിനെ ഞാൻ പുറത്തെടുത്തു. ഇതിന് നെഗറ്റീവ്, ഓൾസോ ഇൻറ്റീജർ. ഒരു മിനിറ്റ്, ഞാനിതിന് നെഗറ്റീവ്, ഇത് നേരെ തിരിച്ച് ഇങ്ങനെ എടുത്താലും മതി, നേരെ തിരിച്ചിട്ടാലും മതി. ഒരു നെഗറ്റീവ് മാറ്റിയാലും y - x ആവും. ഇതിന് ഞാനൊരു മൈനസ് കൊടുത്തു. ഈ മൈനസിനെ ഉള്ളിൽ എടുത്തപ്പോൾ -x + y ആയി, അഥവാ y - x ഇൻറ്റീജർ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 - 1
1 ആണ്, ഇൻറ്റിജർ അല്ലേ. നേരെ തിരിച്ചിട്ടു, 1 മൈനസ് 2 മൈനസ് 1 ഇൻറ്റിജർ അല്ലേ. സൈൻ അല്ലേ മാറുന്നുള്ളൂ, സൈൻ മാറി നേരിട്ട് ഇൻറ്റിജർ അല്ലാതാവുക. അപ്പൊ എക്സ് മൈനസ് വൈ അതിലുണ്ടെങ്കിൽ ആരും ഉണ്ടാവും, വൈ മൈനസ് എക്സും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എക്സ് വൈ ബിലോങ്സ് ടു ആറാണ്, വൈ എക്സ് ബിലോങ്സ് ടു ആറാണ്. അപ്പൊ അതെന്താണ്, സിമ്മട്രിക് ആണ്, സമമിതാണ്. ഇനി ട്രാൻസിറ്റീവ്, അടുത്തത് ആരെയും നോക്കുന്നത്, ട്രാൻസിറ്റീവ്, സാംക്രമികം. എക്സ് മൈനസ് വൈ ഇസ് ആൻ ഇൻറ്റീജർ, വൈ മൈനസ് സെഡ് ഇസ് ആൻ ഇൻറ്റീജർ. സം ഓഫ് ടു ഇൻറ്റീജർ ഈസ് ഓൾസോ ഇൻറ്റീജർ. എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ഉണ്ട്, അതേപോലെ തന്നെ വൈ മൈനസ് സെഡ് എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ഉണ്ട്. ഈ രണ്ട് ഇൻറ്റീജറുകൾ തമ്മിൽ കൂട്ടാൻ പോകണം. രണ്ട് ഇൻറ്റീജർ കൂട്ടിയാൽ ഇൻറ്റീജർ എന്നല്ലേ കിട്ടുക. ഇൻറ്റീജർ എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് ആണ്. അപ്പൊ രണ്ട് ഇൻറ്റീജർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീജർ തന്നെയാണ് കിട്ടുക. അപ്പൊ ഇത് രണ്ടൊന്നും ആഡ് ചെയ്യാൻ പോകണം ഞാൻ. എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെഡ്, മൈനസ് വൈയും പ്ലസ് വൈയും എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. അപ്പൊ എക്സ് മൈനസ് സെഡ് ഈസ് ആൻ ഇൻറ്റീജർ. എക്സ് മൈനസ് സെഡും എന്തായി, ഇൻറ്റീജർ ആയി. അപ്പൊ എക്സും സെഡും അതിലില്ലേ, അപ്പൊ ട്രാൻസിറ്റീവ് ആയില്ലേ. എക്സ് മൈനസ് വൈ ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണ്. വൈ മൈനസ് സെഡ് ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ വൈ സെഡ് ബിലോങ്സ് ടു ആർ ആണ്. എക്സ് മൈനസ് സെഡ് ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ എക്സ് സെഡ് ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ നോക്കിയേ, എക്സ് വൈ ആയി, വൈ സെഡ് ആയി, അപ്പൊ എക്സ് സെഡ് ബിലോങ്സ് ടു ആർ. അപ്പൊ എന്തുമായി, ട്രാൻസിറ്റീവ് ആയി അഥവാ സാംക്രമികമായി. അപ്പൊ ഇതൊരു ഈക്വലന്റ് റിലേഷൻ ആണ്. ആർ ഈസ് ഈക്വലന്റ് റിലേഷൻ, ആർ ഒരു സമാന ബന്ധമാണ്. അപ്പൊ എന്താണ് ഈക്വലൻസ് റിലേഷൻ, റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്, പ്രതിസമം, സമമിതം, സാംക്രമികം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ദ റിലേഷൻ R in the set 1 2 3 given by R equal to 1 1 2 2 3 3 1 2 2 3 is reflexive but neither symmetric nor transitive. ഇത് റിഫ്ലക്സീവ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, 1 1 1 ഉണ്ട്, 2 2 2 ഉണ്ട്, 3 3 3 ഉണ്ട്. അപ്പൊ റിഫ്ലക്സീവ് ആണ്. ഇനി സിമ്മട്രിക്, സമമിതാണോ, 1 1 1 2 2 1 1 2 ഉണ്ട്, പക്ഷെ 2 1 ഉണ്ടോ, ഇല്ല. അവിടെ തന്നെ കിട്ടി, ഇതെന്തല്ല, സമമിതമല്ല, സിമ്മട്രിക് അല്ല. ഇനി 1 2 ഉണ്ട്, 2 3 ഉണ്ട്, പക്ഷെ 1 3 ഉണ്ടോ, എ ബി ഉണ്ട്, ബി സി ഉണ്ട്, പക്ഷെ എ സി കാണാനല്ല. അപ്പൊ അത് റിഫ്ലക്സ്, ട്രാൻസിറ്റീവും അല്ല. ആർ ഈസ് റിഫ്ലക്സീവ്, കാരണം എന്താ, 1 1 ഉം 2 2 ഉം 3 3 അതിലുണ്ട്. നോട്ട് സിമ്മട്രിക്, കാരണം എന്താ, 1 2 ഉണ്ട്, പക്ഷെ 2 1 ഇല്ല. നോട്ട് ട്രാൻസിറ്റീവ്, 1 2 ഉണ്ട്, 2 3 ഉണ്ട്, പക്ഷെ 1 3 ഇല്ല. എ ബി ഉണ്ട്, ബി സി ഉണ്ട്, പക്ഷെ എ സി ഇല്ല. അപ്പൊ എന്താണ് ഈ റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്, പ്രതിസമം, സമമിതം, സാംക്രമികം എന്നുള്ളത് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ എന്തൊക്കെയാണ് നോക്കിയത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യം എന്താണ് റിലേഷൻ, എന്താണ് ബന്ധം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ മണ്ഡലം അഥവാ ഡൊമൈന്, ആ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ നമ്മൾ ഓർഡേർഡ് പെയറായിട്ട് അഥവാ ക്രമജോഡികളായിട്ട് എഴുതുന്ന നമ്പറിലെ ആദ്യത്തെ നമ്പറിനെ നമ്മൾ എന്ത് പറയും, ഡൊമൈന്, മണ്ഡലം എന്ന് പറയും. രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ രംഗം അഥവാ റേഞ്ച് എന്ന് പറയും. രണ്ടാമത്തെ സെറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയും എന്ത്, കോ ഡൊമൈന്, സഹമണ്ഡലം എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ സെറ്റ് ബിൽഡർ ഫോമും അഥവാ നിബന്ധന രീതിയും, റോസ്റ്റർ ഫോം, പട്ടിക രീതിയും നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ആരോ ഡയഗ്രവും നമ്മൾ പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് റിലേഷനിൽ ശൂന്യബന്ധം അഥവാ എം ടി റിലേഷൻ പറഞ്ഞു. എന്താണ് ശൂന്യബന്ധം, അതിൽ ഒരാളും റിലേഷനായിട്ട് ബന്ധമില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ എം ടി റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ യൂണിവേഴ്സൽ റിലേഷൻ, സമസ്ത ബന്ധം എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ആ റിലേഷൻ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓർഡേർഡ് പേര് എ ക്രോസ് എക്ക്, ഇപ്പൊ എയിലും ബിയിലും ആണെന്നുണ്ടെങ്കിൽ എ ക്രോസ് ബിക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത്തരം റിലേഷനെയാണ് നമ്മൾ സമസ്ത ബന്ധം അഥവാ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്. എന്താണ് റിഫ്ലക്സീവ്, ഒരു എ ബിലോങ്സ് ടു എ ആണെന്നുണ്ടെങ്കിൽ, റിലേഷൻ ആണെങ്കിൽ, അഥവാ 1 2 3 എന്ന് പറയുന്ന സെറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 1 വേണം, 2 2 വേണം, 3 3 വേണം. ഇങ്ങനെ വരുന്ന റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിഫ്ലക്സീവ് എന്ന് പറയും. സിമ്മട്രിക്, പ്രതിസമം എന്ന് പറയും, റിഫ്ലക്സീവ്. ഇനി സിമ്മട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ഉണ്ടെങ്കിൽ ആരും വേണം, ബി എയും വേണം. 1 2 ഉണ്ടെങ്കിൽ 2a വേണം. 3 5 ഉണ്ടെങ്കിൽ 5 3 വേണം. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ സിമ്മട്രിക് അഥവാ സമമിതം എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസിറ്റീവ് പറഞ്ഞു, സാംക്രമികം. എന്താണ് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ഉണ്ട്, ബി എ ഉണ്ട്, ബി സി ഉണ്ട്, അപ്പൊ ആര് വേണം, എ സി വേണം. 1 2 ഉണ്ട്,
2 3 ഉണ്ട്. അപ്പോൾ ആര് വേണം? 1 3 വേണം. ഫസ്റ്റത്തിൻ്റെ ഫസ്റ്റത്തും രണ്ടാമത്തിൻ്റെ ലാസ്റ്റത്തും. ഇങ്ങനെ വരുന്ന റിലേഷനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് അഥവാ സാംക്രമികം എന്ന് പറയുന്നത്. ഇനി ഒരു റിലേഷൻ റിഫ്ലക്സീവും ആണ്, സിമ്മട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഇക്വിവാലൻസ് റിലേഷൻ അഥവാ സമാന ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇങ്ങനെ വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇക്വിവാലൻസ് റിലേഷൻ, സമാന ബന്ധം എന്ന് പറയുന്നത്. ഇനി റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇക്വേഷൻസുകൾ നമ്മൾ +1 +2 മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലം സോൾവിങ്ങിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും +1 +2 പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കാം. അതേപോലെ തന്നെ HSCയുടെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കാം. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ റിലേഷൻസിൽ റിഫ്ലക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, അതേപോലെ തന്നെ എന്താ പറയുക ഈക്വലൻസ് റിലേഷൻസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരുപാട് എക്സാമ്പിൾസുകൾ എക്സസൈസിൽ നമ്മൾ ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.